മമ്മി, അതൊരു പോലീസ് വാനാണോ? അല്ല, അതൊരു ആംബുലൻസാ. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ആംബുലൻസ്. രാജു, ആശുപത്രിയിലുള്ള രോഗികള് പല അസുഖങ്ങളും പിടിപെട്ട് ഭേദമായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ വിശ്രമവും സമാധാനവും ആവശ്യമാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ നിശബ്ദത പാലിക്കണം. കൂടാതെ അവരെ ശല്യപ്പെടുത്താതെ മെല്ലെ സംസാരിക്കണം. ഗുപ്താന്റിക്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മിസ്സസ് ഗുപ്തയെ ഒന്ന് കാണണമായിരുന്നു. അവര് റൂം നമ്പർ 312 മാഡം. അത് 3rd ഫ്ലോറിലാണുള്ളത്. സന്ദർശകരുടെ സമയം 4 മണി മുതൽ 7 മണി വരെയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം പോണം. ഇനി 15 മിനിറ്റേ ബാക്കിയുള്ളൂ. മമ്മി, ആ ആന്റി എന്തിനാ യൂണിഫോം ഇട്ടിരിക്കുന്നത്? അവര് സ്കൂളിൽ പോവാണോ? അല്ല രാജു, അവരൊരു നഴ്സാണ്. അവരാണ് ആശുപത്രിയിലെ രോഗികളെയൊക്കെ നോക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഗുപ്ത ആന്റിയെ കാണാൻ പറ്റാത്തത് എന്താ മമ്മി? എന്തിനാ വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കേറി പോകുന്നതിനേക്കാൾ ലിഫ്റ്റ് ഉപയോഗിച്ചൂടെ? രോഗികൾക്ക് ധാരാളം വിശ്രമവും സമാധാനവും ആവശ്യമാണ്. അതുകൊണ്ടാണ് സന്ദർശകർക്കായിട്ടൊരു സമയം. കൂടാതെ രോഗികളുടെ ഉപയോഗത്തിനായും അടിയന്തര ആവശ്യത്തിനായും ലിഫ്റ്റ് വിട്ടുകൊടുക്കണം. നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ പടികൾ കയറി പോകാമല്ലോ. ICU എന്ന് വെച്ചാ എന്താ മമ്മി? രാജു, ഇതാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രോഗികൾക്ക് അസുഖം കലശലാവുമ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും അവരെ ICUയിലേക്കാണ് കൊണ്ടുവരാറുള്ളത്. ഈ ICUയിൽ 24 മണിക്കൂറും അവർക്ക് ഡോക്ടർമാരുടെയും ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരുടെയും പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും. സാധാരണയായി സന്ദർശകർക്ക് ICUയിലേക്ക് അനുവാദമില്ല. കാരണം അവരിലൂടെ രോഗാണുക്കൾ രോഗികളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമസ്കാരം മിസ്സസ് ഗുപ്ത. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, നമസ്കാരം. വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോ എനിക്ക് നല്ല ഭേദമുണ്ട്. ഈ ആശുപത്രിയിൽ ഇവരെന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട്. എങ്ങനെയിരിക്കുന്നു ഗുപ്ത ആന്റി? ആന്റിക്ക് ഇഞ്ചക്ഷൻ പേടിയാണോ? വിഷമിക്കണ്ട, ആന്റിക്ക് വേഗം സുഖമാകും. എനിക്ക് ഉറപ്പുണ്ട്. ദേ, ഈ പുസ്തകം ആന്റിക്കൊരു സമ്മാനാ. ഓ, എനിക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നല്ലോ. ഞാനിത് തീർച്ചയായും വായിക്കും. ഇത് രാജു എനിക്ക് സ്നേഹത്തോടെ തന്ന സമ്മാനമല്ലേ? എനിക്കിങ്ങനൊരു സമ്മാനം തരണമെന്ന് നിനക്ക് തോന്നിയല്ലോ മോനെ. ആന്റിക്ക് ഇവിടെ തനിച്ചിരുന്ന് ബോറടിക്കില്ലേ? ഒരു മാറ്റത്തിന് ഈ പുസ്തകം വായിക്കാലോ. ശരി, നമുക്കിനി പോകാം. സന്ദർശകരുടെ സമയം കഴിഞ്ഞു. വേഗം ഭേദമാവട്ടെ മിസസ് ഗുപ്ത. ഞങ്ങൾ ഇനിയൊരു ദിവസം വന്ന് കാണാം. നാം ആശുപത്രിയിൽ കാണാറുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ആംബുലൻസ്. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹമാണ് ഡോക്ടർ. നമുക്ക് അസുഖമുള്ളപ്പോൾ ഡോക്ടർ നമ്മെ പരിശോധിക്കുന്നു. നമ്മെ ചികിത്സിച്ച് വേഗം ഭേദമാകാനായി മരുന്നുകൾ കുറിച്ചുതരുന്നു. ഇവരാണ് നഴ്സ്. ആശുപത്രിയിൽ രോഗികളെ പരിപാലിക്കുന്നവരാണ് നഴ്സുമാർ. രോഗികൾക്ക് സമയത്തിന് ആഹാരവും മരുന്നും കൊടുത്ത് ഡോക്ടറെ ശുശ്രൂഷയിൽ സഹായിക്കുന്നു. ഇതാണ് സ്റ്റെതസ്കോപ്പ്. രോഗികളെ പരിശോധിക്കാനായി ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നു. ഇവയാണ് മരുന്നുകൾ. നമുക്ക് അസുഖം വരുമ്പോൾ ഭേദമാവാനായി ഡോക്ടർ മരുന്നുകൾ തരുന്നു. ഇതാണ് ഇഞ്ചക്ഷൻ. ചിലപ്പോൾ നമുക്ക് അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഭേദമാകാനായി ഡോക്ടർ നമുക്ക് ഇഞ്ചക്ഷൻ നൽകാറുണ്ട്.